പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ സ്ലാബ് ഇടിഞ്ഞ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ കോട്ടത്തറ ആശുപത്രി അധികൃതരുടെ മൊഴി വിവരങ്ങൾ പുറത്ത്. കുട്ടിയെ വൈകി എത്തിച്ചത് മരണത്തിലേക്ക് നയിച്ചെന്നും പരിശോധിച്ച ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. ആദിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ചെറിയ അനക്കമുണ്ടായിരുന്നു. വെന്റിലേറ്ററിലേക്ക് മാറ്റും മുൻപ് മരിച്ചെന്നാണ് മൊഴി. അതിനിടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങൾ അരുൺ ആലത്തൂരാണ് നൽകുന്നത്. അരുൺ, എന്താണ് ഈ ആശുപത്രിയിൽ സംഭവിച്ചത്? ഈ ആശുപത്രി അധികൃതർ നൽകുന്ന മൊഴിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ വീടിന്റെ സ്ലാബ് ഇടിഞ്ഞ് 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്. കരുവാര ഉന്നതിയിലെ ആദി, അജ്നേഷ് എന്നീ കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത്. ആ സംഭവത്തിന് ശേഷം ഇന്നലെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ അപകടം സംഭവിച്ചപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനമോ മറ്റോ ഒന്നും ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ട്രൈബൽ പ്രൊമോട്ടറെയും മെമ്പറെയും ഒക്കെ ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല, അല്ലെങ്കിൽ അവരൊന്നും പ്രതികരിച്ചില്ല എന്നുൾപ്പെടെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് കുട്ടികളെ വൈകി എത്തിച്ചത് മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. കോട്ടത്തറ ആശുപത്രിയിലെ അധികൃതരാണ് പോലീസിന് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. കുട്ടികളുടെ മരണത്തിൽ ഇത്തരത്തിൽ കുട്ടികളെ പരിശോധിച്ചതിന് ശേഷം ആ സമയത്ത് ആദിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചെറിയ അനക്കം ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയാണ് ആദിയെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നത്. വെന്റിലേറ്ററിലേക്ക് മാറ്റും മുമ്പേ മരിക്കുകയായിരുന്നു എന്നും ഈ മൊഴിയിലുണ്ട്. ഏതായാലും കുഞ്ഞുങ്ങളെ കൃത്യസമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഇന്നലെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ദേവി പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഡോക്ടർമാരും സമാനമായി തന്നെയാണ് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് കുറച്ച് മുൻപെത്തിച്ചതാണെങ്കിൽ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ 4 വയസ്സുകാരനായ അജ്നേഷിന് തലയ്ക്കും നെഞ്ചിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്നും 7 വയസ്സുകാരൻ ആദിക്ക് വലത് തുടയലിനും നെഞ്ചിനും പരിക്കേറ്റിട്ടുണ്ടെന്നും തുടയലിലെ മുറിവിലെ ആന്തരിക രക്തസ്രാവം മരണ കാരണമെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്.